ഗസയിൽ മിലിറ്ററി ഓപ്പറേഷൻ വർദ്ധിപ്പിക്കാനൊരുങ്ങി ഇസ്രായേൽ. അമേരിക്കയെ എതിർത്ത് ഈജിപ്ത്. നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നോക്കാം. ആദ്യമായി പോകേണ്ടത് ഇസ്രായേലിലേക്കാണ്. ഇസ്രായേൽ ഇപ്പോൾ റിസർവ് ഫോഴ്സിനെ എല്ലാം തിരികെ വിളിച്ചിരിക്കുകയാണ്. അതായത് അവർ ഗസയിലുള്ള മിലിറ്ററി ഓപ്പറേഷനുകൾ വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. എന്നാൽ ഇസ്രായേൽ ഫുൾ സ്കെയിലായിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഓപ്പറേഷനിലേക്ക് പോകില്ല എന്ന രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. അതായത് ഇപ്പോഴും ഹമാസിൻ്റെ പക്കൽ 59ഓളം ഇസ്രയേലി ബന്ദികളുണ്ട്. ഇപ്പോഴീ 59 എന്ന് പറയുമ്പോൾ പോലും അതിലെത്ര പേർ ജീവനോടെ ഉണ്ട് എന്നുള്ള കാര്യം സംശയമുളവാക്കുന്നതാണ്. അതിൽ ഒരു പരിധിയോളം ആൾക്കാർ മരണമടഞ്ഞു എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത്. ഏകദേശം ഒരു 24-25 പേരോ ഇനി ജീവനോടെ കാണാൻ സാധ്യതയുള്ളൂ. ഇത്രയും അധികം ബന്ദികൾ ഹമാസിൻ്റെ പക്കൽ ഉള്ളപ്പോൾ അവർ ഗ്രൗണ്ടിലൂടെ ഒരു ഫുൾ സ്കെയിൽ ഓപ്പറേഷന് മുതിരില്ല എന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ. ഈ ഒരു വാർത്തയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. അതായത് ഇസ്രയേലി സേനയിൽ വളരെയധികം സൈനികരുടെ കുറവ് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ട്. ഇസ്രയേൽ സേന തന്നെ പറയുന്നത് ഇസ്രയേലിൻ്റെ മാത്രം റിപ്പോർട്ടാണിത്, ഏകദേശം 850ഓളം യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഏകദേശം 850ഓളം സൈനികരെയാണ് ഇസ്രയേലിന് നഷ്ടമായിരിക്കുന്നതെന്ന്. എന്നാൽ ഈ പറയുന്ന 850 എന്ന് പറയുന്ന കണക്ക് പച്ചക്കള്ളമാണ് എന്ന രീതിയിലാണ് മറ്റു പലരും ഇതിനെ വിലയിരുത്തുന്നത്. കാരണം ഈ ഒരു യുദ്ധം തുടങ്ങിയതിന് ശേഷം നിരവധി ഇസ്രയേലി സൈനികരാണ് മരിച്ചു വീണത്. നിരവധി ഇസ്രയേലി സൈനികർക്ക് പരിക്കും സംഭവിച്ചിട്ടുണ്ട്. അതായത് അവർക്കിനി ഒരു യുദ്ധഭൂമിയിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ള പരിക്കും സംഭവിച്ചവരുണ്ട്. ഇസ്രയേലി സൈനികരിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏകദേശം 10,000ഓളം സൈനികരുടെ കുറവാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. അതായത് കുറേയധികം പേർ മരണപ്പെടുകയും കുറേയധികം പേർക്ക് പരിക്ക് സംഭവിക്കുകയും കുറേയധികം പേർ ഞങ്ങൾ സൈനിക സേവനത്തിനില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഇത്രയധികം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇസ്രായേൽ റിസർവ് സൈനികരെ തിരിച്ചു വിളിച്ചിരിക്കുന്നത്. എന്നാൽ ഇനിയുള്ള ഇസ്രായേലിൻ്റെ നീക്കങ്ങൾ, ഗസയിലെ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന രീതിയിൽ വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റൊരു വാർത്ത വരുന്നത് റെഡ് സീയിൽ അമേരിക്കയെ എതിർത്തുകൊണ്ട് ഈജിപ്ത്. നമുക്കറിയാം, റെഡ് സീയിൽ അമേരിക്കൻ കപ്പലുകളെ വിറപ്പിക്കാൻ, അമേരിക്കയെയും അമേരിക്കൻ കപ്പലുകളെയും വിറപ്പിക്കാനായിട്ട് ഹൂതികൾക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ അമേരിക്ക ഇപ്പോൾ ഹൂതികളെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള പുത്തൻ പ്ലാനുമായാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഈ ഒരു പദ്ധതിയെ ഇപ്പോൾ എതിർത്തിരിക്കുകയാണ് ഈജിപ്ത്. US പദ്ധതിയെ സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും പിന്തുണയ്ക്കാനായിട്ട് ഈജിപ്ത് വിസമ്മതിച്ചിരിക്കുകയാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം, അതായത് വിവിധ രാജ്യങ്ങളാണ് ഇപ്പോൾ ഈജിപ്തിനോട് പറയുന്നത് നിങ്ങൾ ഈ ഒരു പദ്ധതിയിൽ അമേരിക്കയോടൊപ്പം നിൽക്കണമെന്ന് പറയുമ്പോൾ പോലും ഈ ഒരു നിമിഷം വരെ ഈജിപ്ത് പറയുന്നത് ഞങ്ങൾ അത്തരം ഒരു പദ്ധതിയിൽ തീർച്ചയായിട്ടും അമേരിക്കയ്ക്കൊപ്പം നിൽക്കില്ല എന്ന് തന്നെയാണ്. മറ്റൊരു വാർത്ത, ഗോലാൻ കുന്നുകളിൽ നടന്ന ഒരു ഓപ്പറേഷനിൽ അതിലുണ്ടായ ഒരു അപകടത്തിൽ ഇപ്പോൾ ഒരു ഇസ്രയേലി സോൾജർ മരിച്ചിരിക്കുകയാണ്. സാർജന്റ് നീവ് ദയാലാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ബാക്കി 2 ഇസ്രയേലി സോൾജേഴ്സിന് പരിക്കും സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ IDF കൂടുതലായിട്ടൊന്നും തന്നെ പുറത്തുവിടുന്നില്ല. മറ്റൊരു വാർത്ത, ഗസയിലേക്ക് കൂടുതൽ സാധനങ്ങൾ കടത്തിവിടണമെന്ന് UN-ൽ ബ്രിട്ടൻ. ഇസ്രായേലിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിലാണ് വിദേശകാര്യ ഉദ്യോഗസ്ഥൻ, അതായത് ബ്രിട്ടന്റെ തന്നെ വിദേശകാര്യ ഉദ്യോഗസ്ഥൻ ഇങ്ങനൊരു പ്രസ്താവന നടത്തിയത്. റെഡ് ക്രോസ് അംഗങ്ങൾക്ക് പാലസ്തീനിയൻ തടവുകാരെ കാണാനുള്ള ഒരു സാഹചര്യവും ഇസ്രായേൽ ഉണ്ടാക്കണമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. പാലസ്തീനികൾക്ക് അവരുടെ അടിയന്തരമായിട്ടുള്ള, അതായത് വെള്ളവും അതുപോലെ തന്നെ ഭക്ഷണവും ഇനി വരും ദിവസങ്ങളിൽ നിലയ്ക്കുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ബ്രിട്ടൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു പ്രസ്താവന വരുന്നത്.